ഹായ് ഫിഷി ഡോക്ടേഴ്സ്. എനിക്കറിയാം നല്ല ടെൻഷനിലാണ് മിക്കവരും. കാരണം നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ റിലീസായിട്ടുണ്ട്. ഒരു ടെൻഷൻ, നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതാ ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ NTA റിലീസ് ചെയ്തു. അത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പാനിക് ആവുന്നുണ്ട്. പ്രതീക്ഷിച്ച റിസൾട്ട് ഒന്നും കിട്ടില്ല. ചിലർ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ആൻസർ കീ കിട്ടിയപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ കുറേ പേരൊക്കെ ഭയങ്കര ഷോക്കിലായിരിക്കും. കുറേ പേര് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. ചിലർക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും കുറവായിരിക്കും. ഇനി അതൊന്നുമല്ല, ഞാൻ എവിടെയും എത്തില്ല ഇപ്രാവശ്യം, ഈ വർഷവും വേസ്റ്റായോ എന്നാലോചിച്ച് വിഷമിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാനാണ് മിസ്സ് വന്നത്. സോ ഞാൻ എപ്പോഴും വന്നിട്ട് നിങ്ങൾ നീറ്റിനൊക്കെ പഠിക്കുമ്പോഴും പഠനം തുടങ്ങുമ്പോൾ മുതലുള്ള സമയം മുതൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്ന്, മക്കളെ അങ്ങനെ പഠിക്കുക, മക്കളെ ഇങ്ങനെ പഠിക്കുക, ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടും, ഓരോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ, സ്റ്റഡി പ്ലാൻസ്, ഇടയ്ക്കിടയ്ക്ക് വന്ന് മോട്ടിവേഷൻ, ഇതൊക്കെ തന്നു അല്ലേ. നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കാൻ എപ്പോഴും സൈലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ റിസൾട്ട് മോശമായെന്ന് തോന്നിയവരോട്, സ്കോർ കുറഞ്ഞു പോയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തോൽവികളിൽ നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനും നിങ്ങളുടെ ഒപ്പം നടക്കാനും സൈലമുണ്ട്. അപ്പോൾ മക്കൾ ഒട്ടും വിഷമിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുപാട് പേര് ഇതുപോലെ പ്രതീക്ഷിച്ച സ്കോർ കിട്ടാത്തവരുണ്ട്. ആൻസർ കീ വന്നപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നവരുണ്ട്. പിന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നവരുണ്ട്. അപ്പം ചലഞ്ചൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിസിഷൻ അല്ലല്ലോ അത്. NTA ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ അവിടെ എക്സ്പേർട്ട് പാനലുമായിട്ട് എടുത്തിട്ടാണ് ഫൈനൽ ആൻസർ കീ റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കാനും പറ്റില്ല. സോ മക്കള് വിഷമിക്കരുത്. നിങ്ങൾ സ്കോർ കുറഞ്ഞു പോയവർക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കണം. മക്കൾ എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് MBBS ആണ് നിങ്ങളുടെ ഡ്രീം എങ്കിൽ, ഒരു മെഡിക്കൽ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സെറ്റ് ആക്കണമെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പം ഇതൊരു എൻഡാണ്. ഞാൻ പ്രതീക്ഷിച്ചത് ഒന്നും നടന്നില്ല, ഞാൻ 4ാമത്തെ വർഷം റിപ്പീറ്റാണ്, 5ാമത്തെ വർഷം റിപ്പീറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം മക്കൾ ഓർക്കുക, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊരു ഫേമസ് ഡോക്ടറൊക്കെ ആയി കഴിയുമ്പോൾ ആരും പറയില്ല ഈ ഡോക്ടർ 5 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടായ ഡോക്ടറാണെന്ന്. പക്ഷെ പറയുക എന്താണ്, ഇതൊരു ഫേമസ് സർജനാണ്, എത്ര പേരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറാണിത് എന്ന് പറയും അല്ലേ. എത്ര സർജറീസ് സക്സസ്ഫുള്ളായി ചെയ്യുന്ന ഡോക്ടറാണ്, എത്ര വർഷത്തെ സർവീസ് ഉള്ള ഡോക്ടറാണ്. ഈ ഡോക്ടറെ കാണാൻ ഓരോ ദിവസവും എത്രയോ പേഷ്യൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് പറയുക. അല്ലാതെ ഈ ഡോക്ടർ 4 വർഷം റിപ്പീറ്റ് ചെയ്തു, 3 വർഷം റിപ്പീറ്റ് ചെയ്തു, 5 വർഷം റിപ്പീറ്റ് ചെയ്തു, അവിടെ പഠിച്ചു, ഇവിടെ പഠിച്ചു, ഓൺലൈൻ പഠിച്ചു, ഓഫ്ലൈൻ പഠിച്ചായ ഡോക്ടറാണ്, ഓൺലൈൻ പഠിച്ചായ ഡോക്ടറാണ്, അങ്ങനെയൊന്നും ആരും പറയാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ മക്കൾ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കല്ലേ. യു ഡിസൈഡ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. എനിക്ക് ഈ പ്രൊഫഷൻ തന്നെയാണ് എൻ്റെ താല്പര്യം. നീറ്റ് എക്സാം എനിക്ക് നല്ല മാർക്കോട് കൂടി ക്ലിയർ ചെയ്യണം. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്താണെങ്കിലും 2025 എനിക്ക് എഴുതി നല്ല സ്കോർ വാങ്ങണമെന്നാണെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും സമയമുണ്ട്. ഇനിയും ബേസിക്സ് ക്ലിയർ അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനിയും എനിക്ക് എവിടെയാണ് പാളിപ്പോയതെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ഡിസൈഡ് ചെയ്യുക. സ്കോർ കുറഞ്ഞു പോയെന്നോർത്ത് വിഷമിക്കേണ്ട. റിപ്പീറ്റേഴ്സിനായിട്ട് നമുക്ക് ഫീനിക്സ് ബാച്ച് ഉണ്ട്, റിപ്പീറ്റേഴ്സിനായിട്ട് നമുക്ക് നമ്മുടെ ധീര ബാച്ച് ഉണ്ട്. ഓക്കെ, ഇനി ഓഫ്ലൈനായിട്ട് നമ്മുടെ ഹൈബ്രിഡ് സെൻറ്ററിൽ വന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് പുതിയ ബാച്ചുകൾ ഇനിയും നിങ്ങൾക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് തുടങ്ങിയെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഇനിയും പുതിയതായിട്ട് ക്ലാസ് തുടങ്ങുന്ന ബാച്ചുകളുണ്ട്. ഏറ്റവും ബേസിക് മുതൽ തന്നെ, ഫൗണ്ടേഷൻ മുതൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ വിഷമിക്കാതിരിക്കുക. എനിക്ക് ഈ ഒരു സൊല്യൂഷനെ ഇപ്പോൾ തരാൻ പറ്റുള്ളൂ. പിന്നെ ഫിനാൻഷ്യലായിട്ട് ഒരുപാട് വിഷമിക്കുന്ന മക്കളാണെങ്കിൽ നമ്മുടെ സാറ്റ് എക്സാം ഉണ്ടായിരുന്നു, അതുപോലെ സ്കോളർഷിപ്പുകളുണ്ട്. നിങ്ങളുടെ +2ൻ്റെ മാർക്കൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്കോളർഷിപ്പുകളുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ വിഷമിക്കാതിരിക്കുക മക്കൾ. എത്രയും പെട്ടെന്ന് വരിക, സൈലത്തിലേക്ക് വരിക. പിന്നെ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് യുവർ എൻഡ്, ബിക്കോസ് ദർ ഇസ് ഓൾവേസ് ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ. അതെൻ്റെ മക്കൾ ഓർക്കുക. ആൻഡ് നമ്മുടെ ലൈഫിൽ ഒന്നിൻ്റെയും അവസാനമല്ല. ഓൾസോ നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല. ദാറ്റ്സ് ഗോയിങ് ടു ബി ചേഞ്ച്, റൈറ്റ്? ലൈഫ് ഇസ് ഓൾ അബൌട്ട് ചേഞ്ച്. അതുപോലെ നമ്മളിപ്പോൾ ഭയങ്കര വിഷമത്തിലും ഭയങ്കര ഡിപ്രഷനിലും ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ചേഞ്ച്. ഓക്കെ, അപ്പോൾ നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ് മൈ ചിൽഡ്രൻ. അങ്ങനെ മാറി മാറി കാര്യങ്ങളും മാറി മാറി ചലഞ്ചസും ഒന്നും വന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ എന്താണ് ഒരു ത്രില്ലുള്ളത്? അപ്പോൾ
ലൈഫ് അങ്ങനെ മുമ്പോട്ട് പോട്ടെ. എന്തെങ്കിലുമൊക്കെ വരും, ചലഞ്ചസൊക്കെ വരും, നമ്മൾ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്യും. വിൽ ട്രൈ അവർ ബെസ്റ്റ്. ഒരുപാട് വർഷം കഴിയുമ്പോൾ നമുക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവരുത്. നമ്മൾ ട്രൈ ചെയ്തില്ല, നമ്മൾ നല്ലപോലെ ഫൈറ്റ് ചെയ്തില്ല എന്നൊരു വിഷമം നമുക്ക് ഉണ്ടാവരുത്. സോ വി ഷുഡ് ഓൾ ലിവ് എ റിഗ്രറ്റ് ഫ്രീ ലൈഫ്. ദാറ്റ്സ് വാട്ട് വി ഓൾ നീഡ് ഇൻ ലൈഫ്. ഓക്കെ, കുറേ വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ശ്രമിച്ചില്ലല്ലോ, അന്ന് ഞാൻ തീരുമാനം എടുത്തില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കരുത് അല്ലേ. അപ്പോൾ ലെറ്റ്സ് വർക്ക് ഫോർ ദാറ്റ് മൈ ഫ്യൂച്ചർ ഡോക്ടർ. നിങ്ങൾ എൻ്റെ ഫ്യൂച്ചർ ഡോക്ടർ തന്നെയാണ്. എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് ഐ ഓൾവേസ് സേ, വർക്ക് ഹാർഡ് and we'll figure out something. Okay, all the very best.